നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മമതാ ബാനർജിയെയും സംഘത്തെയും ഇരുമ്പഴിക്കുള്ളിലാക്കാൻ അമിത്ഷായും കൂട്ടരും ഏറെ നാളായി പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല മാർഗങ്ങൾ അവർ ഉപയോഗിച്ചു. ഗവർണറെ ഉപയോഗിച്ച് ഭരണം അട്ടിമറി നടത്താനും ബംഗാളിൽ വലിയ തോതിലുള്ള ഒരു വ്യാജ ഏറ്റുമുട്ടലിലേക്ക് സംഘർഷാവസ്ഥ രൂപീകരിക്കാനും ഒക്കെ ശ്രമിച്ചു. ക്രമസമാധാന നില തകരാറിലായിരിക്കുന്നു, അതുകൊണ്ട് രാഷ്ട്രപതി ഭരണം ബംഗാളിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ ശുപാർശ ചെയ്യാൻ ഒരുപാട് വെമ്പി നിന്ന ഗവർണർമാരാണ് ജഗദീപ് ധൻഖറും ഇപ്പോഴത്തെ ഗവർണറായ CV ആനന്ദബോസുമെല്ലാം. പക്ഷേ ഒന്നും യേശുന്നില്ല. അതിൻ്റെ കൃത്യമായ നിയമസാധ്യതകൾ മനസ്സിലാക്കി മമതാ ബാനർജി ഉരുളക്കുപ്പേരി പോലെ തന്നെയാണ് അട്ടിക്കൂട്ടുന്നത്. മുഴുവൻ സീറ്റുകളിലും മമതയ്ക്ക് വലിയ വിശ്വാസമാണ്. അവിടുത്തെ ജനങ്ങളോട് വലിയ പ്രതിബദ്ധതയാണ്. 34 കൊല്ലത്തെ കമ്മ്യൂണിസ്റ്റ് കാട്ടാള ഭരണത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് മമതയും കോൺഗ്രസും ചേർന്ന് 2011 അധികാരത്തിലേക്ക് വന്നതാണ്. എന്നാൽ കോൺഗ്രസിനെ പിന്നീട് ഒഴിവാക്കി. എന്നിട്ടും ജനങ്ങൾ മമതയോടൊപ്പം തന്നെ അണിനിരന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം വളരെ ക്രിട്ടിക്കലാണ്. മമതയെക്കൊണ്ട് ചില കാര്യങ്ങളിൽ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല. എന്തിനും ഏതിനും ഇപ്പോൾ ഒരു ദേശീയ ആംഗിളിൽ, ഒരു നാഷണൽ ലെവലിലുള്ള ഒരു തോട്ട് പ്രോസസ് ബംഗാളിൽ ഉൾപ്പെടെ വന്നിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ വീണ്ടും തൃണമൂൽ കോൺഗ്രസിന് ആധിപത്യം ഉണ്ടാകാൻ കാരണം തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ അവരെ കൊണ്ട് ഒരു പരിധിവരെ കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അവർക്ക് തുടർഭരണം ഉറപ്പാകാനുള്ള എല്ലാ സാധ്യതകളും കൽപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ അവർക്ക് നല്ല പോലെ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. അത് ചില ഏരിയകളിലാണ്. നോർത്ത് പർഗനാസ് ജില്ലയിൽ വലിയ തോതിൽ അവിടെ സുവേദു അധികാരിയും കൂട്ടരും നടത്തുന്ന ഗുണ്ടാ വിളയാട്ടം തൃണമൂൽ കോൺഗ്രസിനെ ആക്രമിക്കാനും മാത്രമല്ല അവിടെ ന്യൂനപക്ഷങ്ങളെ കേന്ദ്രീകരിച്ച് വ്യാപകമായ ആക്രമണം, വലിയ തോതിലുള്ള കലാപ സാഹചര്യം സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പ്രധാനമായും കൂച്ച് ബിഹാറിലും അതുപോലെ തന്നെ അസൻസോളിലുമൊക്കെ കൃത്യമായി BJP സംഘടിതമായി മറ്റ് പല രീതിയിലും അവിടെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ മമത കരുതിക്കൂട്ടി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇക്കുറി കോൺഗ്രസിൻ്റെ സഹായം പല ജില്ലകളിലും ഉപകരിക്കുമെന്ന് അതിൻ്റെ പേരിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരെല്ലാം BJPയുടെ B ടീമായി തന്നെയാണ് നിന്ന് പ്രവർത്തിക്കുന്നത്. കാരണം തങ്ങളെ ഇല്ലാതാക്കിയ തൃണമൂലിനെ ഏത് രീതിയിലും തകർക്കുക, അതിന് മതേതരത്വം എന്നൊരു മാർഗമൊന്നും അവരെ അലട്ടുന്നതേയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം തൃണമൂലാണ് അവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റം.